ജെറമിയ 32:27. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ശശിമാരും ബ്രദറിലൂടെ കർത്താവ് അത് വെളിപ്പെടുത്തി. അവിടുന്ന് സർവ്വമർത്യരുടെയും ദൈവമായ കർത്താവാണ്, അവിടുത്തേക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന്. പ്രിയമുള്ളവരെ, അസാധ്യമായി ഒന്നുമില്ലാത്ത ക്രിസ്തുവിൻ്റെ വലിയ വീര്യപ്രവർത്തനങ്ങൾ നടക്കുന്ന ദിനമാണ് നൈറ്റ് വിജിൽ, രാത്രി. നമ്മുടെ 2 കത്തുകളിലൂടെ സാക്ഷി കേട്ട് മൂന്നാമത് മറ്റൊരു സാക്ഷി നമുക്ക് ഇപ്രകാരം കേൾക്കാം. എൻ്റെ പേര് സൗമ്യ. നൈറ്റ് വിജിലിലൂടെ കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് എഴുതുന്നത്. ഞാൻ എഴുതുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. എൻ്റെ സഹോദരി രമ്യ നേഴ്സാണ്. അവൾക്ക് UK പോകാനുള്ള തടസ്സം മാറാനായി ഞാൻ പ്രാർത്ഥനാ സഹായം നൈറ്റ് വിജിൽ ആവശ്യപ്പെട്ടു. അവിടെ ഇതിനു മുമ്പ് 2 പ്രാവശ്യം എക്സാം എഴുതിയിരുന്നെങ്കിലും പരാജയപ്പെട്ടു. ഈ പ്രാവശ്യം എക്സാം അവൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും നൈറ്റ് വിജിലിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾ പാസ്സായി. എന്നാൽ ഏജൻസിയിൽ അന്വേഷിച്ചപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് വരെയുമുള്ളവർ ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ്. അവർക്ക് ശേഷം മാത്രമേ പോകാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹത്താൽ 3 മാസത്തിനുള്ളിൽ അവൾ UK പോയി ജോലിയിൽ പ്രവേശിച്ചു. കർത്താവെ, അങ്ങേക്ക് മഹത്വം. കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഞാൻ സകല മർത്യരുടെ ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ? ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ സർവ്വമേഖലയെ അനുഗ്രഹിക്കും. ഏജൻസി പറഞ്ഞ് 2 വർഷമെങ്കിലും മിനിമം വെയിറ്റ് ചെയ്യണം. കാരണം 2 വർഷമായ ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചു. കർത്താവ് ഇടപെട്ടു. 3 മാസത്തിനുള്ളിൽ UK ജോലിയിൽ പ്രവേശിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബത്തെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ജോലി ലഭിക്കാത്തവരുണ്ട്. അനേക നാടുകളായി കാത്തിരുന്ന് വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രയുടെ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ട്. അതേപോലെ ഒത്തിരി യുവജനങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ വിവാഹത്തിന് വേണ്ടി കാത്തിരുന്ന് വിവാഹം നടക്കാതെ വേദനിക്കുന്നുണ്ട്. അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുന്ന എല്ലാവരെയും ഈ നൈറ്റ് വിജിൽ രാത്രിയിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അനേക യുവജനങ്ങൾ ഈ കാലഘട്ടങ്ങളിലുണ്ട്. അവരെല്ലാം ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവരെല്ലാം നാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വലതുകരെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. കർത്താവ്, അവിടുത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? വിശ്വസിക്കാൻ നമുക്ക്. ഇതാ നമ്മുടെ യുവജനങ്ങളുടെ മേൽ ദൈവം ഇടപെടാൻ പോവുകയാണ്. അവരെ തളച്ചിരിക്കുന്ന കെട്ടുകൾ യേശു അഴിക്കാൻ പോവുകയാണ്. ദൈവം അവരെ സ്വതന്ത്രരാക്കാൻ പോകുന്നു. ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. വിവാഹത്തിന്റെ തടസ്സങ്ങൾ മാറ്റുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. 2 കരങ്ങളും ഉയർത്തി ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങൾ ആവശ്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. ആരൊക്കെയാണ് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നവര്? ആരൊക്കെയാണ് വിവാഹം നടക്കാൻ വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ? ആരൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ? ആരൊക്കെയാണ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ? ആരൊക്കെയാണ് വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ? അവരെല്ലാം ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വലതുകരം ഉയർത്തി നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ സർവ്വ തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ എന്ന് ശാസിക്കുന്നു, കൽപ്പിക്കുന്നു. യേശു നാമത്തിൽ അനുഗ്രഹത്തിന്റെ വഴികൾ ഞങ്ങളുടെ ഭവനത്തിന് മുമ്പിൽ തുറക്കപ്പെടട്ടെ. യേശു നാമത്തിൽ ഞങ്ങളുടെ യുവജനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു നാമത്തിൽ യുവജനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ജീവിതം യേശു നാമത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ.
രക്ഷിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് ഈ നൈറ്റ് വിജിലെ പ്രധാന വചന സന്ദേശം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. ഈ സമയങ്ങളിൽ പ്രധാന വചനം നമ്മോട് പ്രഘോഷിക്കുന്നത് ഷാലോ മിനിസ്ട്രിയുടെ ആരംഭകരിൽ ഒരാളായ മിസ്സസ് സ്റ്റെല്ല ബെന്നിയാണ്. ഷാലോമിൻ്റെ ഫൗണ്ടർ ഷെവ്ഡർ ബെന്നി പുന്നത്തരയുടെ ഭാര്യയാണ്. ഷാലോ മാസിക വായനക്കാർക്ക് വളരെ സുപരിചിതയാണ്. അനേക ലേഖനങ്ങളിലൂടെ സ്റ്റെല്ല ചേച്ചി നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. വളരെ പ്രശസ്തയായ ഒരു എഴുത്തുകാരിയാണ്. 3 പുസ്തകങ്ങൾ ചേച്ചി എഴുതിയിട്ടുണ്ട്. മരുഭൂമിയിലും പൂത്തുലയാൻ, എൻ്റെ ജീവിതം ഒരു വെളിയാക്കി, കരുണയുടെ കൊയ്ത്തുകാരൻ എന്ന വളരെ പ്രശസ്തമായ 3 പുസ്തകങ്ങളുടെ ഗ്രന്ഥകാരി കൂടിയാണ് സിസ്റ്റർ ലാബിനി. വളരെ ശക്തിയായ ഒരു സുവിശേഷ പ്രഘോഷക. നമുക്ക് കരകളടിച്ച് വചനവേദിയിലേക്ക് ചേച്ചിയെ സ്വീകരിക്കാം. Praise the Lord. Hallelujah. ഹല്ലേലൂയ. എന്നെ നിങ്ങൾ വചനവേദിയിലേക്ക് കരങ്ങളടിച്ച് സ്വീകരിച്ചു. പക്ഷേ ഈശോയെ സ്വീകരിച്ചോ? ഈശോയെ സ്വീകരിച്ചോ? ഈശോ ഇവിടെ ജീവിക്കുന്നു. യേശു ഇവിടെ ജീവിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു. ഇവിടെയുള്ള ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജീവിക്കുന്നു. ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. അവൻ മരിച്ച ദൈവമല്ല, മരിച്ചുയർത്ത ദൈവമാ. മരിച്ചുയർത്ത് എന്നിലും നിന്നിലും നിങ്ങളിലും ലോകം മുഴുവനിലും ജീവിക്കുന്ന ദൈവമാ. ആ ഈശോ ഇവിടെ വസിക്കുന്നു. ഈശോ ഇവിടെ ഇല്ലെങ്കിൽ വചനപ്രഘോഷണം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഒരു വചനവും ആരെയും മാനസാന്തരത്തിലേക്ക് നയിക്കില്ല. ഈശോ ജീവിക്കുന്നില്ലെങ്കിൽ എല്ലാ വചന പ്രഘോഷണങ്ങളും വ്യർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയെ ഒന്ന് സ്വീകരിക്കാം. ഇവിടെ ജീവിക്കുന്ന ഈശോയെ, എന്നിലും നിന്നിലും ഈ സമൂഹത്തിലും ജീവിക്കുന്ന ഈശോയെ നമുക്ക് കരങ്ങളടിച്ചൊന്ന് സ്വീകരിക്കാം. കരങ്ങളടിച്ച് ഈശോയ്ക്ക് ഒരു ക്ലാപ്പ് കൊടുത്തി. പോരാ, അത് ചെറിയ ക്ലാപ്പായി പോയി. ഇതേ ഈ മുമ്പിലിരിക്കുന്ന പിള്ളേരെ ഒന്ന് ഏൽപ്പിച്ച് നോക്കിയേ, അവർ നല്ല ശക്തമായിട്ട് കരങ്ങളടിച്ച് ഈശോയെ സ്വീകരിക്കും. നിങ്ങളൊന്ന് മത്സരിക്കുന്നുണ്ടോ ഈ അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും? കുഞ്ഞുമക്കളെ ഉണ്ടോ? അവർ മത്സരിക്കുന്നതിന് മുമ്പ് നല്ലൊരു ക്ലാപ്പ് ഈശോയ്ക്ക് കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത് എനിക്ക് തന്ന കയ്യടി അല്ല കേട്ടോ, ഈശോയ്ക്ക് കൊടുത്ത കയ്യടിയാ. അതുകൊണ്ട് ആ കയ്യടിക്ക് തക്ക വിധത്തിൽ ഇന്ന് ഈ വചനവേദിയിൽ, ഈ ശുശ്രൂഷാവേദിയിൽ അവൻ നിങ്ങളോട് പ്രതികരിക്കും. പ്രിയപ്പെട്ടവരെ, കാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ തൂങ്ങി 2022 യാത്ര. കരുതുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ തൂങ്ങി അവിടുത്തെ മാർവിടത്തിൽ വിശ്രമിച്ചുകൊണ്ട് അവിടുത്തെ പുറത്ത് കയറിക്കൊണ്ട് 2022 ഒരു യാത്ര. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 2021 ക്ലേശകരമായ ഒരോർമ്മയാണ് നമുക്ക് തരുന്നത്. 2022 മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും, ഇനിയും ദൈവമേ എന്തൊക്കെയാണോ ഇനി കാണാൻ പോകുന്നത്? കോവിഡ് മഹാമാരി ഇനിയും വിട്ടിട്ടില്ല. ഇനി എന്ത് മഹാമാരിയാണവോ വരാൻ പോകുന്നത്? എൻ്റെ ദൈവമേ എന്നോർത്ത് നെടുവേർപ്പെടുന്നവരുണ്ടാകും. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച വേദന നിറഞ്ഞ അനുഭവങ്ങൾ. എന്നാൽ കർത്താവ് പറയുന്നു, കരയുന്ന നിന്നെ കാക്കുന്ന ദൈവമാ ഞാൻ. യെശയ്യാ 49:15 ഇപ്രകാരം പറയുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ പെറ്റമ്മയ്ക്ക് മറക്കാനാവുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉള്ളം കൈയിൽ. എപ്പോഴും കാണാൻ പാകത്തിന്, എപ്പോഴും നെഞ്ചത്തോട് ചേർത്ത് സ്നേഹിക്കാൻ പാകത്തിന്, താരാട്ട് പാടാൻ പാകത്തിന് നമ്മുടെ ദൈവം നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളം കയ്യിലാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ടീച്ചറായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു.
ഹൈ റേഞ്ചിലൂടെ ഞാനിങ്ങനെ പല ലീവ് വേക്കൻസിയിലൂടെ നടക്കുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ലോഡ്ജിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ലോ റേഞ്ചിലുള്ള ആൾക്കാരാണ്, ടീച്ചേഴ്സാണ് വന്ന് ഹൈ റേഞ്ചിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് പ്രസവാവധി കഴിഞ്ഞ് വരുന്നൊരു സമയമുണ്ട്, 3 മാസമാകുന്ന കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട്. ആ സമയത്ത് അവിടെ വന്നാൽ കുറച്ച് ദിവസത്തേക്ക് ഇവർ കരച്ചിലായിരിക്കും. കാരണം എന്താണെന്നറിയാവോ? അമ്മമാർക്കറിയാം, മുലയൂട്ടിയിട്ടുള്ള അമ്മമാർക്കറിയാം, കുഞ്ഞിനെ മുലയൂട്ടാറാകുമ്പോഴത്തേക്കും ഒരു ഭയങ്കര പരവേശമാണ്. സ്ഥലങ്ങളിൽ മുലപ്പാൽ നിറയും. അവൾ തന്നെത്താനെ തൻ്റെ കുഞ്ഞിനെ ഓർക്കും, ഏതമ്മയെ ഓർക്കും. ആ രീതിയിൽ അവർ കരഞ്ഞുകൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു. എന്നാൽ ഒരു ടീച്ചർ മാത്രം പ്രസവാവധി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഒരു കരച്ചിലുമില്ല. ഞങ്ങൾ തലേദിവസം പറഞ്ഞിരുന്നു ഇവൾ വരുമ്പോൾ നല്ല കരച്ചിലായിരിക്കുന്നു, ഒരു കരച്ചിലുമില്ല. വളരെ സന്തോഷമാണ്. ഞങ്ങൾ ചോദിച്ചു, ഇതെന്ത് കളി, നിനക്കെന്താ കുഞ്ഞിനെ ഇട്ടിട്ട് വന്നിട്ട് ഒരു വിഷമവും ഇല്ലേ, നിനക്കൊരു ബുദ്ധിമുട്ടും ഇല്ലേ? അവൾ പറഞ്ഞില്ല, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോന്നിരിക്കുന്നത് എൻ്റെ അമ്മയുടെ കയ്യിലാണ്. ആരുടെ കയ്യിലാണ്? എൻ്റെ അമ്മയുടെ കയ്യിൽ. എൻ്റെ അമ്മ ഞാൻ കരുതുന്നതിനേക്കാൾ 4 ഇരട്ടി എൻ്റെ കുഞ്ഞിനെ കരുതും, സ്നേഹിക്കും, അവനെ പരിപാലിക്കും. ഞാനുള്ളതിനേക്കാൾ അവനേറെ സുരക്ഷിതയാണ് എൻ്റെ അമ്മയുടെ കരങ്ങളിൽ അവൻ. ഹല്ലേലൂയ. ഇതൊരു പെറ്റമ്മയ്ക്ക് സ്വന്തം പെറ്റമ്മയിലുള്ള വിശ്വാസം. എന്നാൽ ദൈവവും എല്ലാ പെറ്റമ്മമാരെയും ഇങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ദൈവം വിശ്വസിക്കുന്ന ആരെയെന്നറിയാമോ? ഈ ഭൂലോകത്തിൽ പെറ്റമ്മമാരെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ഈ മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരമ്മയ്ക്ക് മറക്കാനാവുമോ? ഇല്ലാന്ന് ഈ ഇരിക്കുന്ന അമ്മമാരോട് ചോദിച്ചാൽ അറിയാം, പറ്റിയില്ല എന്ന്. അവൾ മറക്കണമെന്ന് വെച്ചാലും പറ്റില്ല. അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. മകനെ, മകളെ, പൗലോസേ, ജോസഫേ, സിസിലി, ലിസി, കാർത്തിയാനി, നിന്നെ ഞാൻ മറക്കൂല. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ തൂങ്ങി നമുക്ക് 2022 യാത്ര ചെയ്യാം. എന്നെ കരുതുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ യേശു എൻ്റെ കൂടെയുണ്ട്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. കരങ്ങളടിച്ച ഗായക സംഘത്തോടൊപ്പം നമുക്ക് പാടാം. എനിക്കായി കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവരും, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എൻ ദൈവം അനുവദിച്ചാൽ, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഹല്ലേലൂയ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുമ്പിൽ നമ്മൾ ഏറ്റുപ്രിയ പരീക്ഷകൾ എൻ്റെ ജീവിതത്തിലുണ്ടാകാം. പക്ഷെ കർത്താവേ, ഞാൻ എന്തിനും ചോദിക്കില്ല, ഞാൻ ഭയപ്പെടില്ല. കാരണം ഞാൻ പിടിച്ചിരിക്കുന്നത് നിന്റെ കരങ്ങളിലാണ്. യെശയ്യാ പ്രവചനങ്ങൾ 43:1 ഇപ്രകാരം പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട മകനെ, ഈ യാത്രയിൽ 2022 യാത്രയിൽ നീ ചിലപ്പോൾ സമുദ്രത്തിലൂടെ കടന്നു പോയേക്കാം, നദിയിലൂടെ കടന്നു പോയേക്കാം. പക്ഷെ അവിടെയൊന്നും നീ ഏകനല്ല. ഞാൻ നിന്റെ കൂടെയുണ്ട്. നദികൾ കടക്കുമ്പോൾ ആ ജലം നിന്റെ തല കവിയുകയില്ല. എരുതിയിൽ നീ വീണിരിക്കാം, അഗ്നികുണ്ഡത്തിൽ നീ പതിച്ചിരിക്കാം.
പക്ഷേ അവിടെ നീ അല്ല, ഏകനല്ല, നീ വീഴുന്നത് എൻ്റെ കൈകളിലേക്കാ. ആ ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, എരിവി നിനക്ക് പൊള്ളലേൽപ്പിക്കുകയില്ല. നമുക്ക് പാടാം. എരിതീയിൽ വീണാലും കരങ്ങളടിച്ചുകൊണ്ട്. അവിടെ ഞാൻ ഏകനല്ല, വിശ്വാസത്തോടുകൂടി എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നത് തീരല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീരല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നു കേട്ടെ. യെശയ്യാ പ്രവചനങ്ങള് 46-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ. നമ്മളെ വിളിക്കട്ടെ, എവിടെയൊക്കെയാ വഹിച്ചത്? ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ. ഇസ്രായേൽ ജനത്തിലെ അവശേഷിക്കുന്നവരെ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുവിൻ. വാർദ്ധക്യത്തിലും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. വാർദ്ധക്യത്തിലും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. നരബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, ഞാൻ നിങ്ങളെ ചുമലിലേറ്റ് സംരക്ഷിച്ചു. ഞാൻ നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റ് സംരക്ഷിക്കുകയും ചെയ്യും. ഇതിലും വലിയൊരു വാഗ്ദാനം നമുക്ക് കിട്ടാനുണ്ടോ? നാളെയെക്കുറിച്ച് നമ്മൾ ഓർത്ത് ഭയപ്പെടണമോ? ഇപ്പോൾ നിലനിൽക്കുന്ന കോവിഡിനെ ഓർത്ത് നമ്മൾ ഭയപ്പെടണോ? നാളത്തെ 2022 എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് നമ്മൾ ഭയപ്പെടണോ? വേണോ സഹോദരങ്ങളെ? വേണോ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. വേണോ? വേണ്ട. കരങ്ങൾ ഉയർത്തിയെന്ന് പറഞ്ഞേ. വേണ്ട, വേണ്ട. ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എന്റെ കൂടെയുണ്ട്, കർത്താവ് എന്നെ ചുമലിൽ വഹിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ഇത്ര കരുതുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് നമുക്ക് പാടാം. കരുതുന്നവൻ നീ അല്ലയോ, കലങ്ങുന്നത് എന്തിനും ഞാൻ. കരുതുന്നവൻ നീ അല്ലയോ യേശുവേ, നീ അല്ലയോ കരുതുന്നത്, ഞാൻ എന്തിനു കലങ്ങണം? ഗായക സംഘത്തോടു കൂടി നമുക്ക് കരങ്ങളടിച്ചു പാടാം. കരുതുന്നവൻ നീ അല്ലയോ, കലങ്ങുകയിൽ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല നീ എന്നെ. ഈശോയോട് പറയുക നമ്മള്. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല നീ എന്നെ. നീ അബ്രാഹത്തിന്റെ ദൈവമാ, ദൈവമേ. നീ യാക്കോബിന്റെ ദൈവമാ. വന്ധ്യമായ സാറയുടെ ഉദരത്തിൽ കുഞ്ഞിനെ കൊടുത്തവനാ. പുരുഷശേഷി കഴിഞ്ഞു പോയ അബ്രാഹത്തിന് സന്തതികളെ കൊടുത്തവനാ. ദൈവമേ, ഇന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥനകളുടെ മുമ്പിൽ നെടുവീർപ്പോടുകൂടി നിൽക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു ദൈവമേ, നീ അബ്രാഹത്തിന്റെ ദൈവമാ. ചെങ്കടലിൽ വഴി തുറക്കുന്ന ദൈവമാ. ഞാനത് വിശ്വസിക്കുന്നു. നമുക്ക് ഏറ്റുപാടാം. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ. എനിക്കും നിനക്കും വേണ്ടി കരുതുന്ന ദൈവം അബ്രഹാമിന്റെ ദൈവം. നമുക്ക് ഏറ്റു പറയാം. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും ചെങ്കടലിലും
വഴി തുറക്കാൻ നീ എന്നും ശക്തനല്ലയോ. ചെങ്കടലിലും വഴി തുറക്കാൻ നീ എന്നും ശക്തനല്ലയോ. നമുക്ക് പാടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 സ്വരമുയർത്തി ഹല്ലേലൂയ, 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 വീണ്ടും കരങ്ങൾ വീശി ഒച്ച സ്വരത്തിൽ ഹല്ലേലൂയ, 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 കരങ്ങൾ അടിച്ച് സ്പീഡിൽ നമുക്ക് പാടാം. ഹല്ലേലൂയ, 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 കരങ്ങൾ അടിച്ച് ഹല്ലേലൂയ, 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 ഒന്ന് അനങ്ങി കൊടുത്തേ. ഹല്ലേലൂയ, 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 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ ഉയരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന ദൈവമേ, സ്തുതി, ഹല്ലേലൂയ, 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 ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. സ്വരമുയർത്തി യേശുവേ, ഒന്ന് വിളിച്ചേ. യേശുവേ, യേശുവേ, കരുതുന്ന ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഈശോ, 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 ഈശോ. സ്വരമുയർത്തി, സ്വരമുയരട്ടെ, സ്വരമുയരട്ടെ, സ്വരസാന്നിധ്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് ഒരു ക്ലാപ്പും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഇരിക്കാം. കരങ്ങൾ ഉയർത്തി ഒരു ക്ലാപ്പ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, കരുതുന്ന ദൈവത്തിൻ്റെ, കാക്കുന്ന ദൈവത്തിൻ്റെ, ചുമലിലേറ്റി വഹിക്കുന്ന ദൈവത്തിൻ്റെ തോളിലേറിയുള്ള ഒരു യാത്രയാണ് 2022 യാത്രയെന്ന് നമ്മൾ പറഞ്ഞു. നമ്മളങ്ങനെ പ്രത്യാശിച്ചു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്നാൽ പറയുകയാണ്, വചനങ്ങൾ പറയുകയാണ്, ഈ കാക്കുന്ന ദൈവം, കരുതുന്ന ദൈവം, ചുമലിലേറ്റി വഹിക്കുന്ന ദൈവം, അവൻ അതിനുപരി മറ്റൊന്നുകൂടിയാണ്. അവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ എവിടെ വസിക്കുന്നു? എവിടെ വസിക്കുന്നു? പറഞ്ഞെല്ലാവരും. എൻ്റെ ഉള്ളിലും നിന്റെ ഉള്ളിലും വസിക്കുന്നു. അതാണ് 2 കൊറിന്തോസ് 13:15 പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറഞ്ഞത്,
യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു എവിടെയുണ്ട്? എൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ വരുംകാല പരീക്ഷകളിൽ അതിജീവിക്കാൻ പറ്റുകയുള്ളൂ. എവിടെയെങ്കിലുമൊക്കെ ഞാൻ പരീക്ഷയിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താ? യേശു എൻ്റെ ഉള്ളിലുണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ കർത്താവ് ഇന്ന് നമ്മളോട് പറയും, ഞാൻ നിൻ്റെ ഉള്ളിലുണ്ട്, യേശു ക്രിസ്തു നിൻ്റെ ഉള്ളിലുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? ഇല്ലെങ്കിൽ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ ബോധ്യമാണ് നമുക്ക് വേണ്ടത്. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, കരുതുന്ന ദൈവത്തെ, കാക്കുന്ന ദൈവത്തെ നമ്മൾ കരങ്ങളടിച്ച് സ്വീകരിച്ചു, ആരാധിച്ചു. എന്നാൽ ഈ കാക്കുന്ന ദൈവത്തിൻ്റെ, കരുതുന്ന ദൈവത്തിൻ്റെ കാവൽ എല്ലാ സമയത്തും അനുഭവിക്കാൻ ഒരു മനുഷ്യന് സാധിച്ചു എന്ന് വരികയില്ല. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഈ ലോകം ദുഷ്ടൻ്റെ ശക്തി വലയത്തിലായതുകൊണ്ട്, അവൻ്റെ പീഡനങ്ങൾ നമ്മൾ സ്ഥിരം ഏറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് കാക്കുന്ന ദൈവത്തിൻ്റെ കരുതലുള്ള പലപ്പോഴും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയില്ല. പ്രത്യേകിച്ചും നീതിമാനായി ജീവിക്കുന്ന മനുഷ്യൻ വിലപിച്ചു പോകുന്നു. നീതിമാനായി നീതിനിഷ്ഠയോട് കൂടെ ജീവിക്കുന്ന മനുഷ്യൻ വിലപിച്ചു പോകുന്നു. ആ വിലാപം സങ്കീർത്തനങ്ങൾ 73-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഞാൻ നിഷ്കളങ്കതയിൽ എൻ്റെ കൈകൾ കഴുകിയത് വ്യർത്ഥമായി പോയി. ഞാൻ എൻ്റെ ഹൃദയത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിച്ചത് വെറുതെ ആയിപ്പോയി. ഞാനിതാ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നു. ഇടവിടാതെ പീഡിപ്പിക്കപ്പെടുന്നു. ഓരോ പ്രഭാതത്തിലും ദണ്ഡനമേൽക്കുന്നു. എന്നിട്ട് ഈ നീതിമാനായ മനുഷ്യൻ പറയുക, സങ്കീർത്തനങ്ങൾ 73 ആദ്യ ഭാഗങ്ങളിൽ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദുഷ്ടൻ്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നിപ്പോയി. എന്താ കാരണം? അവർക്ക് തീവ്രവേദനകളില്ല. അവരുടെ ശരീരം ഇതാ തടിച്ചു കൊടുത്തിരിക്കുന്നു. അവർക്ക് മറ്റുള്ളവരെ പോലെ കഷ്ടതകളില്ല. അവർ ഒട്ട് പീഡിതരുമില്ല. എന്നാൽ നീതിമാൻ ഇവിടെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അഹങ്കാരികൾ ദുഷ്ടരായിട്ട് ജീവിക്കുന്നവർ അഹങ്കാരം കൊണ്ട് ഹാരമണിയുന്നു. അവർക്ക് വേദനകളില്ല. ഈ അഹങ്കാരം കൊണ്ട് ഹാരമണിയുന്ന ദുഷ്ടന്മാരുടെ കാര്യം പറഞ്ഞിട്ട് അവസാനം സങ്കീർത്തൻ പറയുക, അവർ സമാധാനം അനുഭവിക്കുന്നു. നമ്മളും പലപ്പോഴും പറഞ്ഞു പോകുന്ന കാര്യമാണ്, ഈ ലോകത്തിൽ നല്ലതായിട്ട് ജീവിച്ചിട്ടൊന്നും ഈ കാലഘട്ടത്തിൽ വലിയ പ്രയോജനമില്ല. നല്ലതായിട്ട് ജീവിച്ചിട്ട്, ദൈവത്തെ വിളിച്ച് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതാ ദുഷ്ടന്മാർ, അഹങ്കാരികൾ, കള്ളക്കടത്തും കരിഞ്ചന്തയും നടത്തുന്നവർ, അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു. അവർക്ക് വേദനകളില്ല. അവർക്ക് വെച്ചടം പുരോഗതിയാണ്. എന്നാൽ ദൈവമാർഗം അവലംബിക്കുന്ന ഞാനോ കഷ്ടപ്പെടുന്നു, നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാ കാലഘട്ടത്തിലെയും മനുഷ്യൻ്റെ വേദനയാണ്. എന്നിട്ട് ഈ സങ്കീർത്തകൻ 42-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അവൻ പറയുന്നത് എന്താണെന്നറിയാവോ? ഈ കഷ്ടതകളുടെ ഇടയിൽ, നീതിമാൻ സഹിക്കുന്ന ഈ കഷ്ടതകളുടെ ഇടയിൽ അവനൊന്ന് ഞരങ്ങിപ്പോയാൽ, അവനൊന്ന് വേദനിച്ചു പോയാൽ, ഇതാ ശത്രുക്കൾ അവനോട് ചോദിക്കുകയാണ്, ദുഷ്ടന്മാര് അവനോട് ചോദിക്കുക, എവിടെയാടാ നിന്റെ ദൈവം? എവിടെയാ നീ ആശ്രയം വെച്ച ദൈവം? 42-ാം അധ്യായം സങ്കീർത്തനങ്ങൾ വീണ്ടും 3-ാമത്തെ വചനങ്ങളിലൂടെ വീണ്ടും അവൻ പറയുന്നു, ഇതാ ഞാൻ നിരന്തരം കരയുന്നു, കണ്ണുനീരെൻ്റെ ഭക്ഷണമായി. ദുഷ്ടൻ മാത്രമല്ല ചോദിക്കുന്ന, എല്ലാവരും എന്നോട് ചോദിക്കുന്നു, എവിടെയാ നീ ആശ്രയം വെച്ച ദൈവം? എവിടെയാ? ദുഷ്ടനിത് നീതിമാനോട് ചോദിക്കുമ്പോൾ അവൻ പറയുക, ഈ രോദനം, ഈ ആരോപണം വന്നു കഴിയുമ്പോൾ മാരകമായ മുറിവ് പോലെ അതെന്നെ തകർക്കുന്നു. ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എന്തുകൊണ്ട് ശത്രുവിൻ്റെ പീഡനം നിമിത്തം ഞാൻ കരയാനിടയാകുന്നു? എന്നിട്ട് അവസാനം ആ സങ്കീർത്തനങ്ങളിൽ പ്രകാരം പറയുന്നു,
അവസാന സംഖ്യ, എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു, നീ എന്തിനു സങ്കടപ്പെടുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എവിടെയാണ് പ്രത്യാശ വയ്ക്കേണ്ടത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്രകാരം നീതിനിഷ്ഠയുടെ പാതയിലൂടെ ജീവിച്ച്, ഞെരുക്കങ്ങളുടെ പാതയിലൂടെ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒത്തിരി പേരുടെ കഥകൾ ബൈബിളിലുണ്ട്. കഷ്ടതകളുടെ തീച്ചൂളയിൽ എരിയുമ്പോഴും ദൈവത്തിന് കീർത്തനം പാടിയ ഒത്തിരി പേരുടെ കഥകളുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച ഒത്തിരി നീതിമാന്മാരുടെ കഥകളുണ്ട്. ദൈവം അവരെ വിജയിപ്പിച്ച ചരിത്രവുമുണ്ട്. അതിലൊരു വ്യക്തിയാണ് തോബിത്ത്. തോബിത്തിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. തോബിത്തിൻ്റെ പുസ്തകം, നിനവയിലേക്ക് നാട് കടത്തപ്പെട്ട ഒരു നീതിമാനായ യഹൂദനായിരുന്നു തോബിത്ത്. വലിയ ദൈവഭക്തൻ, നീതിനിഷ്ഠയുള്ളവൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നവൻ, പാവപ്പെട്ടവരെ സ്വന്തം തോളിലേറ്റി സംവഹിച്ചവൻ, ദരിദ്രരെ കരുതിയവൻ, അനാഥരെ സംരക്ഷിച്ചവൻ. ഇവർക്കുള്ള പ്രതിഫലം എന്താണെന്ന് പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് നീ ഭർത്തൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും പെറ്റമ്മയുടേക്കാൾ വലിയ സ്നേഹം നിന്നോട് കാണിക്കുകയും ചെയ്യും. ഇതാ ദൈവത്തിൻ്റെ വാഗ്ദാനം. ദൈവഭക്തനായ മനുഷ്യന്, സാധുക്കളെ കരുതുന്ന മനുഷ്യന്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യന് ദൈവം കൊടുക്കാൻ പോകുന്ന പ്രതിഫലമാണ്. പക്ഷെ തോബിത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. കരുതുന്ന ദൈവത്തിൻ്റെ, കാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ പലപ്പോഴും കണ്ടില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒഴുകിയ, മരിച്ചവരെ സംസ്കരിച്ച തോബിത്തിനെ എങ്ങോട്ട് അയച്ചെന്നറിയാവോ? വേറെ സ്ഥലത്തേക്ക് അയച്ചു. രാജാവ് അയച്ചതല്ല, രാജാവ് ഓടിച്ചതാണ്. മരിച്ചവരെ സംസ്കരിച്ചതിന് കിട്ടിയ പ്രതിഫലം. അവിടെ നിന്നും തിരിച്ചു വന്ന്, ആ രാജാവ് മരിച്ചപ്പോൾ തിരിച്ചു വന്ന് വീണ്ടും അവൻ അതേ പ്രവൃത്തികൾ തന്നെ ചെയ്തു. ഒരു ദിവസം മരിച്ച ഒരു മനുഷ്യനെ, വഴിയിൽ കിടന്ന ഒരു മനുഷ്യനെ, രാജാവ് കൊന്നിട്ട ഒരു മനുഷ്യനെ കൊണ്ടുപോയി സംസ്കരിച്ചിട്ട് തിരികെ വന്നപ്പോൾ നേരം സന്ധ്യയായി. യഹൂദരുടെ ആചാരം അനുസരിച്ച് കുളിക്കാതെ വീട്ടിൽ കയറാൻ പാടില്ല, ശുദ്ധികർമ്മം കഴിക്കാതെ. അവൻ എന്തു ചെയ്തെന്നറിയാവും? സാധ്യമായതുകൊണ്ട് തൊട്ടടുത്ത മതിലിൻ്റെ ചൂട്ടിക്കിടന്ന് ഉറങ്ങി. ഈ കാക്കുന്ന ദൈവം, കരുതുന്ന ദൈവം തോബിത്തിനെ സംരക്ഷിക്കേണ്ടതല്ലായിരുന്നു? തീർച്ചയായിട്ടും അതെ. പക്ഷേ ഈ സംരക്ഷണത്തിൻ്റെ അനുഭവം ഒന്നുമല്ല അവന് കിട്ടിയത്. അവൻ കിടന്നുറങ്ങിയപ്പോൾ ഇതാ ഒരു കുരുവി വന്നിട്ട് അവൻ്റെ കണ്ണിലേക്ക് കാഷ്ടിച്ചു. അവൻ്റെ 2 കണ്ണും പൊട്ടിപ്പോയി. അന്ധനായിട്ടാണ് അവൻ രാവിലെ എഴുന്നേറ്റത്. കാക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ എവിടെ? അവന് അനുഭവിക്കാൻ സാധിച്ചില്ല. കരുതുന്ന ദൈവത്തെ കാണാൻ പറ്റിയില്ല. പല ചികിത്സകളും ചെയ്തിട്ടും കാഴ്ച തിരിച്ചു കിട്ടിയില്ല. ഈ കാലഘട്ടത്തിൽ വലിയ സഹനങ്ങളിലൂടെ തോബിത്ത് കടന്നുപോയി. സ്വന്തം ഭാര്യ പോലും അവനോട് ചോദിച്ചു, എവിടെ നിങ്ങളുടെ പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും? എവിടെയാ നിങ്ങളുടെ പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും? അതിൻ്റെ മറ്റൊരു വാക്കാണ്, എവിടെയാ നിങ്ങളുടെ ദൈവം? എല്ലാം അറിയാമെന്നല്ലേ ഭാവം. ശത്രുക്കൾ അവൻ്റെ മേലെ ആഞ്ഞു വീശി അപവാദങ്ങൾ കൊണ്ട് അവൻ്റെ ജീവിതത്തെ നിറച്ചു. ഭാര്യ നിന്ദിച്ചതും ദാരിദ്ര്യം വന്നതും എല്ലാം സഹിക്കാം. എന്നാൽ തോബിത്തിൻ്റെ വലിയ വേദന എന്താണെന്നറിയാവോ? ഇതാ മിഥ്യാപവാദങ്ങൾ എന്നെ വലയം ചെയ്തിരിക്കുന്നു. അവൻ കർത്താവിനോട് പറയുക, കർത്താവേ, ഇതെനിക്ക് താങ്ങാൻ പറ്റില്ല. എനിക്ക് താങ്ങാൻ പറ്റുന്നതിൽ അധികമാണ് ഞാനിപ്പോൾ സഹിക്കുന്നത്. എൻ്റെ പ്രാണനെ നീ തിരിച്ചെടുക്കണമേ. ദയവ് തോന്നി കർത്താവേ, എൻ്റെ പ്രാണനെ നീ തിരിച്ചെടുക്കണമേ. ദൈവം ആ പ്രാർത്ഥന കേട്ടു. ദൈവം പ്രാണനെ തിരിച്ചെടുക്കുകയല്ല ചെയ്തത്, തോബിത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി. ഇതേ സമയം ഇതാ രഘുവേലിൻ്റെ മകൾ സാറ, നീതിനിഷ്ഠയോട് ജീവിച്ച ഒരുവൾ, നിഷ്കളങ്കയായ ഒരു യഹൂദ പെൺകുട്ടി. പക്ഷെ അവളുടെ ജീവിതത്തിലും ദുരന്തങ്ങൾ വന്നു. 7 പ്രാവശ്യം വിവാഹിതയായിട്ടും 7 പ്രാവശ്യവും മണവറയിൽ ഭർത്താവ് അവളെ സമീപിക്കുമ്പോൾ ഒരു ദുഷ്ടഭൂതം, അസദേമൂസ് എന്ന് പേരുള്ള ഒരു ദുഷ്ടഭൂതം അവളുടെ ഭർത്താക്കന്മാരെ കൊന്നു. ഒന്ന് തൊടാൻ പോലും അനുവദിക്കുന്നതിന് മുമ്പ് അസദേമൂസ് എന്ത് ചെയ്തു?
ആ ഭാര്യ സാറായിയുടെ ഭർത്താക്കന്മാരെ കൊന്നു. 7 പ്രാവശ്യം വിധവയായി. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ പ്രാവശ്യം വിധവയായ അതിൻ്റെ വേദനയും ഭാരവും അനാഥത്വം എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും അറിയാം. ഇപ്പോൾ ഈ TV കാണുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം ഒറ്റ പ്രാവശ്യം വിധവയായ. എന്നാൽ 7 പ്രാവശ്യം വിധവയായ അവളുടെ വേദന എന്താ? ഇതാ അതിലും ഭയങ്കര നിന്ദനം അവർ ആ പരിചാരികമാരിൽ നിന്ന് ഒരിക്കൽ സഹിക്കാനിടയായി. ഒരു പരിചാരികയെ ഒരിക്കൽ വഴക്ക് പറഞ്ഞു, തല്ലി എന്നുള്ള കാര്യത്തിൽ അവൾ പറഞ്ഞു, എടി നിനക്ക് വേറെ മറ്റൊന്നുമല്ല ഈ വിധി വന്നത്, വെറുതെയാണോടി നിനക്ക് ഈ വിധി വന്നത്? 7 ഭർത്താക്കന്മാരെ നിനക്ക് കിട്ടിയില്ലേ? 7 നീ കഴുത്ത് ഞെരിച്ച് കൊന്നതല്ലേ? നീ തന്നെയല്ലേ അവരെ കൊന്നത്? ഒരുത്തൻ്റെ പോലും നാമം വഹിക്കാൻ നിനക്കിട വന്നില്ലല്ലോടി. നിനക്ക് അത് തന്നെയാണ് വരേണ്ടത്. നിന്റെ ഒരു മകനെയോ ഒരു മകളെയോ കാണാൻ ഞങ്ങൾക്ക് ഇടപെടാതിരിക്കട്ടെ. നിനക്കും അവർ ചത്ത കൂട്ടത്തിൽ അവരെ പുറകെ പോകാൻ പാടില്ലായിരുന്നോടി. ഇതിലും വലിയ നിന്ദന എന്താ കേൾക്കാനുള്ളത്? ഇതിലും വലിയ നിന്ദന എന്താ കേൾക്കാനുള്ളത്? ഇതിലും വലിയ തകർക്കുന്ന വാക്ക് എന്താ കേൾക്കാനുള്ളത്? അവൾ ആദ്യം വിചാരിച്ചു ഞാനങ്ങ് തൂങ്ങിച്ചത്തേക്കാമെന്ന് അവൾ വിചാരിച്ചു. എന്നാൽ അടുത്ത നിമിഷം അവൾ വിചാരിച്ചു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഏക മകളാണ്. ഞാനങ്ങനെ മരിച്ചാൽ എൻ്റെ അപ്പൻ ഹൃദയം പൊട്ടി മരിക്കും. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അവൻ അത്യുന്നതനായ കർത്താവിൻ്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ പ്രാണനെ നീ തിരിച്ചെടുക്കണമേ. ഇങ്ങനെ ഈ ഭൂമിയിൽ നിന്നറമേറ്റ് മരിക്കുന്നതിനേക്കാൾ ഭേദം, ജീവിക്കുന്നതിനേക്കാൾ ഭേദം ഞാൻ മരിക്കുകയാണ്. എൻ്റെ പ്രാണനെ നീ തിരിച്ചെടുക്കണമേ കർത്താവേ. അഥവാ ഞാൻ ജീവിക്കണമെങ്കിൽ എന്നെ നിന്ദിച്ച ഈ പരിചാരകന്മാരുണ്ടല്ലോ, അവരെന്നെ ആദരിക്കാനും ബഹുമാനിക്കാനും തക്ക വിധത്തിൽ എൻ്റെ ദൈവമേ നീ എന്നെ ഉയർത്തണമേ. ചങ്കുപൊട്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയും ദൈവം കേട്ടു. അവനതാ സ്വർഗത്തിൽ നിന്ന് ഉത്തരമരുളി. അവളെ സഹായിക്കാൻ, സാറയെ സഹായിക്കാൻ, കണ്ണുപൊട്ടിപ്പോയ തോബിത്തിനെ സഹായിക്കാൻ അവനിതാ സ്വർഗത്തിൽ നിന്നും റഫായേൽ മാലാഖയെ നിയോഗിക്കുന്നു, തൻ്റെ ദൂതനെ നിയോഗിക്കുന്നു. ആ ദൈവദൂതൻ കടന്നു വന്ന്, ആ റഫായേൽ മാലാഖ കടന്നു വന്ന് തോബിത്തിൻ്റെ മകനായ തോബിയാസിന് ഒരു സഹയാത്രികൻ എന്ന വണ്ണമാണ് ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്. സഹയാത്രികനായിട്ട് പോയ റഫായേൽ മാലാഖ യാത്രാമധ്യേ തോബിയാസിനോട് പറഞ്ഞു, എടാ ടൈഗ്രീസ് നദി എത്തി, നമുക്കിവിടെ ഒന്ന് കുളിക്കാം. അവർ കുളിക്കാനിറങ്ങിയപ്പോൾ ഇതാ ഒരു മത്സ്യം ചാടി പൊങ്ങി തോബിയാസിനെ വിഴുങ്ങാൻ വേണ്ടി വന്നു. ഈ ദൈവദൂതൻ പറഞ്ഞു, ആ മത്സ്യത്തെ പിടിച്ച് കരയിലിടുക. അവനതിനെ പിടിച്ച് കരയിലിട്ട് പറഞ്ഞു, അതിനെ വെട്ടിക്കീറ്. അതിനെ വെട്ടിക്കീറി ചങ്ങും കരളും കൈപ്പയും എടുക്കാൻ പറഞ്ഞു. തോബിയാസിനൊന്നും മനസ്സിലായില്ല. അവൻ അതിനെ വെട്ടിക്കീറി ചങ്കും കരളും കൈപ്പയും എടുത്ത് കയ്യിൽ സൂക്ഷിച്ചു. ആ മത്സ്യത്തെ ചുട്ട് തിന്നിട്ട് അവൻ യാത്രയാവുകയാണ്. പോകുന്ന വഴിക്ക് തോബിയാസ് ചോദിച്ചത്, എന്തിനാ അത്? മത്സ്യത്തിൻ്റെ ചങ്ങും കരലും കൈപ്പയൊന്നും ആരും ഉപയോഗിക്കാത്തതാണ്, ഇത് എന്തിനാ? ഇത് പറയും, ഇതുകൊണ്ട് ഉപകാരമുണ്ട്. ഈ ചങ്ങും കരലും പുകച്ചാൽ ഒരു ദുഷ്ടഭൂതം ഒരു മനുഷ്യനെ ആക്രമിച്ചാൽ ആ ദുഷ്ടഭൂതം വിട്ടുപോകും. ഇതിൻ്റെ കയ്പ തിമിരം ബാധിച്ച ഒരു കണ്ണിൽ പുരട്ടിയാൽ അവൻ കാഴ്ച പ്രാപിക്കും. ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ പോകുന്ന രഘുവേലിൻ്റെ ഭവനത്തിലേക്ക് സാറയുടെ അടുത്തേക്കാണ് പോകുന്നേ. അവളെക്കുറിച്ച് നിനക്ക് അറിയാമല്ലോ, അവളെക്കുറിച്ച് അറിയാൻ. അവൻ പറഞ്ഞു, എനിക്കറിയാം. 7 ഭർത്താക്കന്മാർ മരിച്ച ഒരു വിധവയാണ് അവള്. 7 ഭർത്താക്കന്മാർ മരിച്ച വിധവയാണ്. ദൈവദൂതൻ പറയുകയാണ്, അവളെ നിനക്ക് ഭാര്യയായിട്ട് തരാൻ പോവുകയാണ് ഞാൻ. ഇത് കേട്ടപ്പോൾ ഈ തോബിയാസ് പറഞ്ഞു, ദൈവമേ കൊലച്ചതി ചെയ്യല്ലേ, 7 ഭർത്താക്കന്മാർ അവളുടെ മരിച്ചു. ഇനിയിപ്പോൾ ഞാൻ അവളെ കെട്ടിയാൽ അടുത്തതായിട്ട് ഞാനും മരിക്കും. നിങ്ങൾക്കറിയാമല്ലോ സഹോദര, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഏക മകനാ, എൻ്റെ മാതാപിതാക്കന്മാരുടെ ഏക മകനാ. ഞാനും കൂടി മരിച്ചാൽ അവർക്ക് ആരുമില്ല. അപ്പോൾ ഈ റഫായേൽ മാലാഖ പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ ഇത് നിന്റെ നാശത്തിനുള്ള വഴിയല്ല എന്ന്. നീ മണവറയിൽ പ്രവേശിക്കുമ്പോൾ ഈ ചങ്കും കരലും കയ്പയും പുകയ്ക്കുക. അപ്പോൾ ആ ദുഷ്ടഭൂതം വിട്ടകന്നു പോകും. സാറാ സ്വതന്ത്രയായും അവളെ നിനക്ക് സന്തോഷത്തോടു കൂടി വിവാഹം ചെയ്യാം.
ഇതാ മാലാഖ പറഞ്ഞതുപോലെ തോബിയാസ് പ്രവർത്തിച്ചു. മണവറയിൽ കയറിയപ്പോൾ അവർ ചങ്കും കരലും കയ്പയും എടുത്ത് പുകച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പ്രവർത്തിച്ചു. ആ ദുഷ്ടഭൂതം സാറായെ വിട്ടുപോയി. അവർ ദൈവത്തിന് നന്ദി പറഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങി. ഇതാ രഘുവേല് സാറായുടെ പിതാവ് 8ാമത്തെ ശവക്കുഴിയും തോണ്ടിയിരിക്കുക. ഇവനും മരിക്കും, ഇവനും തീർച്ചയായിട്ടും മരിക്കും. ആരും അറിയാതെ ഇവനെയും സംസ്കരിക്കണം. ഇവർ മലവറയിൽ കയറിയ ഉടനെ തന്നെ തോണ്ടിയ ശവക്കുഴിയാണ്. എന്നിട്ട് പരിചാരികയെ വിട്ടു. പകുതി രാത്രിയായപ്പോൾ വിട്ടു. അവർ ഉറങ്ങുന്നുണ്ടോ, അതോ അവൻ വധിക്കപ്പെട്ടോ എന്ന് നോക്ക്. അവൾ ചെന്ന് നോക്കിയപ്പോൾ അവരതാ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. അവർ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ആ പരിചാരിക സന്തോഷത്തോടു കൂടി ഭവനത്തിലേക്ക് ഓടിച്ചെന്ന വിവരം അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, ശവപ്പറമ്പായി മാറേണ്ട, കണ്ണുനീരിൻ്റെ ഭവനമായി മാറേണ്ട ആ ഭവനം ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ ഇതാ സന്തോഷത്തിൻ്റെ ഭവനമായി തീർന്നു, ആഹ്ലാദാരവത്തിൻ്റെ ഭവനമായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഈ ദൈവദൂതൻ ഇവനോട് പറഞ്ഞു, നീ വാ, അവളെയും കൂട്ടി വാ, നമ്മൾ തിരിച്ചു പോവുക. ഈ കയ്പ ഇത് നിന്റെ പിതാവിൻ്റെ കണ്ണുകളിൽ തൂത്താൽ ആ നിമിഷം നിന്റെ പിതാവ് സൗഖ്യമുള്ളവനായിട്ട് തീരും. ഇവർ തിരിച്ചു പോവുകയാണ് ഭവനത്തിലേക്ക്. പിതാവിനെ കണ്ട വഴിയെ അവന് ഓടിച്ചെന്ന് ആ കയ്പ അവൻ്റെ കണ്ണുകളിൽ പുരട്ടി. ആ കയ്പ പുരട്ടിയ ഉടനെ തന്നെ അവന് കാഴ്ച ലഭിച്ചു. അവൻ്റെ മകനെ കെട്ടിപ്പുണർന്ന് 8 വർഷത്തിന് ശേഷം ഒരു പിതാവ് സ്വന്തം മകനെ ദർശിക്കുക. സന്തോഷം കൊണ്ട് കുതിച്ചു ചാടി അവൻ ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ അവൻ്റെ വധു കടന്നു വരുന്നു. തോബിയാസിൻ്റെ ഭാര്യ കടന്നു വരുന്നു. അവിടെ ഒരു വിവാഹ പന്തൽ ഉയർന്നു. സന്തോഷത്തിൻ്റെ നാളുകൾ ആ കുടുംബത്തിലേക്ക് കടന്നു വന്നു. അവസാനം മറ്റൊന്നുകൂടി സംഭവിച്ചു. ഈ തോബിയാസിൻ്റെ ഭാര്യ സാറ ഏക മകളാണെന്ന് പറഞ്ഞല്ലോ. അവൾ പോന്ന കൂട്ടത്തിൽ സ്വത്തിൽ പകുതി കൊടുത്തുവിട്ടു. അങ്ങനെ തോബിയാസിൻ്റെ ദാരിദ്ര്യമകന്നു. തോബിത്തിൻ്റെ ഭവനത്തിലെ ദാരിദ്ര്യമകന്നു. അവർ സമ്പന്നരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനം ഈ റഫായേൽ മാലാഖ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഞാനൊരു സഹയാത്രികനല്ല, ഞാൻ റഫായേൽ മാലാഖയാണ്. ദൈവസന്നിധിയിൽ നിൽക്കുന്ന 7 ദൈവദൂതന്മാരിൽ ഒരുവനായ റഫായേൽ മാലാഖയാണ്. ഇത് കേട്ടപ്പോൾ ഇവർക്ക് പേടിയായി. അവർ സാഷ്ടാംഗം പ്രണമിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനല്ല, ഈ പ്രണാമത്തിന് അർഹൻ ദൈവമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കാര്യമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ദൈവമാ നിങ്ങളെ രക്ഷിച്ചത്, നിങ്ങൾ പ്രത്യാശ അർപ്പിച്ച ദൈവമാ നിങ്ങളെ രക്ഷിച്ചത്. പലരും നിങ്ങളോട് ചോദിച്ചിട്ടില്ലേ, നിങ്ങളുടെ ദൈവം എവിടെ, നിങ്ങളുടെ ദൈവം എവിടെ? തൻ്റെ പ്രത്യാശ അർപ്പിക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവമാ നിങ്ങൾ ഇത് പ്രവർത്തിച്ചത്. ഇതെല്ലാം എഴുതി രേഖപ്പെടുത്തുക. അങ്ങനെ എഴുതിപ്പെട്ട പുസ്തകമാണ് ഇന്ന് നമ്മൾ ബൈബിളിനോട് ചേർന്ന് വായിക്കുന്ന തോബിത്തിൻ്റെ പുസ്തകം. സങ്കീർത്തനങ്ങൾ 34:19 പ്രകാരം പറയുന്നു, നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്. നിരവധിയാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്. എന്നാൽ കർത്താവ് അതിൽ നിന്നെല്ലാം അവനെ രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ രക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ ഒരല്പകാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് കരുതി നമ്മൾ വിഷമിക്കണമോ? ഒരിക്കലുമില്ല. ദൈവം ഇടപെടുന്ന, അത്ഭുതകരമായിട്ട് ഇടപെടുന്ന ഒരു സമയം വരും. നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നു ജോബിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ദൈവഹിതപ്രകാരം അവൻ്റെ ജീവിതത്തിൽ കഷ്ടതകളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടായി. സത്യത്തിൽ ദൈവമാണ് ഇവനെ തോണ്ടി പിശാചിൻ്റെ കയ്യിലിട്ട് കൊടുത്തത്. ദൈവം പറഞ്ഞു, എൻ്റെ മകനായ ജോബിനെ പോലെ, ദാസനായ ജോബിനെ പോലെ ഇത്രമേൽ നിഷ്കളങ്കനും നീതിമാനുമായ ഒരുവനുണ്ടോ ചോദിച്ചു സാത്താനോടാ. അവൻ പറഞ്ഞു, അതിനെന്താ കുഴപ്പം? ദൈവമേ, നീ അവൻ്റെ വസ്തുവകകൾക്കും അവൻ്റെ മക്കൾക്കും അവൻ്റെ ജീവനുമെല്ലാം മുൻപിൽ കോട്ട കെട്ടി സംരക്ഷിച്ചിരിക്കുകയല്ലേ.
നീ അവനെ കോട്ട കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു, വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ നിന്നെ ദുഷിക്കാത്തത്. അവന് പിന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ പാടാൻ എന്താ വിഷമം? ദൈവമേ സ്തുതി എന്ന് പറയാൻ എന്താ വിഷമം? ഈ സംരക്ഷണത്തിൻ്റെ വേലിയൊക്കെ ഒന്നങ്ങ് അഴിച്ചു കളഞ്ഞേ, അപ്പോഴവൻ നിന്നെ ദൂഷിക്കും. ദൈവം അത് സമ്മതിച്ചു. ആ സംരക്ഷണത്തിൻ്റെ വേലികൾ അഴിഞ്ഞു മാറിയപ്പോൾ അവൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, അവൻ്റെ മക്കളെ നഷ്ടപ്പെട്ടു, അവൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു. ഭാര്യയും അവനെ ഉപേക്ഷിച്ചിട്ട് പോയി. ഭാര്യ പറഞ്ഞു, അവസാനം ചീഞ്ഞളിഞ്ഞ വ്രണങ്ങളുമായി ചാരത്തിലിരുന്ന് പൊടിയിലിരുന്ന് അവൻ കുഴി തോണ്ടുമ്പോൾ ഈ ഭാര്യ ചെന്നിട്ട് ചോദിച്ചു, മതിയായോ ദൈവഭക്തി? മതിയായോ ദൈവത്തെ സേവിച്ചത്? ഇപ്പോഴും ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുകയെന്ന് പറഞ്ഞ് നീ ഇരിക്കുമല്ലേ? ദൈവത്തെ ശപിച്ചിട്ട് മരിക്കും മനുഷ്യ. ദൈവത്തെ ഒന്ന് ശപിച്ചിട്ട് മരിക്കും മനുഷ്യ. അവൾ ഉപേക്ഷിച്ചു പോയി. അവസാനം ഇതാ സ്നേഹിതന്മാർ വരുന്നു. നല്ലവരായ സ്നേഹിതന്മാരാണ്. വന്നിട്ട് ഇവനോട് പറയുക, ജോബേ, നിനക്ക് എന്തോ ഒരു പെശക് പറ്റിയിട്ടുണ്ട്. ദൈവം നീതിമാനാ, നീ നീതിമാനാന്നും പറഞ്ഞാൽ ജീവിക്കുന്നത്. പക്ഷെ നിനക്കെന്തോ ഒരു പെശക് വന്നിട്ടുണ്ട്, അതുകൊണ്ടാ നിനക്കിത് സംഭവിച്ചത്. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നീ ഒന്ന് ആത്മശോധന ചെയ്തു നോക്കിയേ, എവിടെയാ നിനക്ക് പെശക് വന്നത്? ജോബ് പറഞ്ഞു, ഇല്ല, ദൈവം എന്നെ ശോധന ചെയ്യുക. എൻ്റെ ദൈവം എന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാനിതാ സ്വർണ്ണത്തെ പോലെ തിളങ്ങും. വീണ്ടും അവർ വാദിച്ചു, ഇല്ല, ദൈവത്തിന് അങ്ങനെ ഒരാളെ പരീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല, നിനക്കെന്തോ തെറ്റ് പറ്റിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അവൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ പറയുന്നത് ഞാൻ സത്യമാണെന്ന് സമ്മതിക്കുകയില്ല. എൻ്റെ ഹൃദയം കഴിഞ്ഞു പോയ ഒരൊറ്റ ദിനത്തെക്കുറിച്ച് പോലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല, എന്നെ കുറ്റം വിധിക്കുന്നില്ല. ദൈവം എന്നെ ശോധന ചെയ്യുക. നിങ്ങൾ കണ്ടോ, അവിടുത്തെ മാത്രമാണ് ഞാൻ എൻ്റെ പക്ഷത്ത് കാണുന്നത്. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും ഇതാ ഈ മാംസത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണും. ആ അവസ്ഥയിൽ ജോബിൻ്റെ അവസ്ഥ വളരെ കഷ്ടമായിരുന്നു. അവൻ്റെ ചർമ്മം അഴുകിയിരുന്നു, മാംസം മാത്രമേ കാണാനുള്ളൂ. മാംസവും ദ്രവിച്ചു തുടങ്ങി ആ മാംസത്തിൽ നോക്കി അവൻ പറയുക, എനിക്ക് ന്യായം നടത്തി തരുന്ന ദൈവം ജീവിക്കുന്നു. എന്ത് ന്യായ സഹോദരങ്ങളെ നടത്തിക്കൊടുത്തത്? ചർമ്മം അഴുകി ഇല്ലാതായി മാംസം കാണുന്ന വിധത്തിലുള്ള ഒരു നീതി നടത്തലോ? എൻ്റെ ദൈവം എൻ്റെ പക്ഷത്താന്ന് അവനെങ്ങനെ പറയാൻ കഴിഞ്ഞു? എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവൻ എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തെ കാണും. എൻ്റെ മാംസത്തിൽ ഞാൻ ആരെ കാണും? എൻ്റെ ദൈവത്തെ കാണും. അവനെ മാത്രം ഞാൻ എൻ്റെ പക്ഷത്ത് കാണും. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രീതനായി അവൻ ഇറങ്ങി വന്നു. ദൈവം ഇറങ്ങി വന്നുകൊണ്ട് ജോബിൻ്റെ ഐശ്വര്യങ്ങൾ ഇതാ അവന് തിരിച്ചു കൊടുത്തു. ധാരാളം സമ്പത്ത്, പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി സമ്പത്ത്, പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി സന്താനങ്ങൾ, മറ്റു സൗഭാഗ്യങ്ങൾ എല്ലാം കൊടുത്തു. ഇത് കൊടുക്കുന്നതിന് മുമ്പ് ജോബിനോട് കർത്താവ് പറഞ്ഞു, ഇവന്മാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. നിന്റെ കുറ്റം ആരോപിക്കാൻ വന്ന ഈ നീതിമാരുണ്ടല്ലോ, ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി 7 കാളയെയും 7 ആട്ടിൻകുട്ടികളെയും കൊണ്ടുവരാം. എന്നിട്ട് എൻ്റെ മുമ്പിൽ വെച്ചത് ദഹനബലി അർപ്പിക്കുക. എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ ദാസനായ ജോബ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ നിങ്ങളുടെ ഭോഷത്വത്തിന് തക്ക ശിക്ഷ ലഭിക്കാതെ നിങ്ങൾ രക്ഷപ്പെടും. അങ്ങനെ ജോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവരുടെ ജോബിൻ്റെ ഐശ്വര്യം തിരികെ കൊടുത്തപ്പോൾ ദൈവം ഈ നീതിമാന്മാരായി ചമങ്ങി വന്നവരെ വെറുതെ വിടുകയും ചെയ്തു. ജോബിൻ്റെ പുസ്തകവും കഷ്ടതകളിലൂടെ ശോധനകളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വലിയൊരാശ്വാസമായി നമ്മുടെ ബൈബിളിൽ തുന്നിച്ചേർക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോബ് അർപ്പിച്ച പ്രത്യാശ ഇതാ നോക്ക്, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായി. പക്ഷെ ഞാൻ എവിടെ എൻ്റെ ദൈവത്തെ കാണും? എൻ്റെ മാംസത്തിൽ ഞാൻ ദൈവത്തെ കാണും. ആ ദൈവം ഇറങ്ങി വന്ന് അവൻ്റെ പ്രാർത്ഥന കേട്ട് അവന് ഉയർത്തി മഹത്വീകരിച്ചു. ഇങ്ങനെ ഒരു ദൈവമുള്ളപ്പോൾ നമ്മൾ ഭയപ്പെടണമോ സഹോദരങ്ങളെ?
ഭയപ്പെടണോ നമ്മൾ? ഭയപ്പെടണോ? ഇല്ല. കഷ്ടതകളിലൂടെ കടന്നു പോയാലും കർത്താവ് ഞങ്ങളെ ശുദ്ധീകരിച്ച് മഹത്വീകരിച്ച് നമ്മുടെ മഹത്വമുള്ളതാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റും. ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും യേശു ക്രിസ്തുവിൻ്റെ ജീവിതം. യേശു ക്രിസ്തു നീതിമാന്മാരിൽ നീതിമാനായിരുന്നു. നീതിമാന്മാരിൽ നീതിമാനായിരുന്നു. ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് ഒരൊറ്റ വിചാരമേ ഉള്ളൂ, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. അവിടുന്ന് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹം, വേറെ ഒരു ആഗ്രഹവും ഇല്ല. അതാണ് എൻ്റെ ഭക്ഷണം. കടന്നു വരുമ്പോൾ യേശുവിനറിയായിരുന്നു മരിക്കാൻ വേണ്ടി വന്നവനാ, കുരിശിൽ മരിക്കാൻ വേണ്ടി വന്നവനാ. അതിനതിന് തയ്യാറാകുമായിരുന്നു. ആയിട്ടാണ് അവൻ കടന്നു വന്നത്. അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നു. എന്നാൽ നിങ്ങളെല്ലാവരും എന്നെ വിട്ടിട്ട് പോവുകയും എന്നെ ഏകനായിട്ട് വിട്ടിട്ട് പോവുകയും ചെയ്യുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. പക്ഷേ ഞാൻ പതറുകയില്ല, കാരണം എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. ആര് കൂടെയുണ്ട്? എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. നിങ്ങളൊക്കെ ഇട്ടിട്ട് പോയാലും ഞാൻ പതറില്ല. എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. പിതാവ് തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ ഏറ്റവും വലിയ നട്ടെല്ല്. അതുകൊണ്ടാണ് ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ അവൻ ധൈര്യപൂർവ്വം സഹിച്ചത്. എന്നാൽ കുരിശിൽ കിടക്കുന്ന ആ നിമിഷത്തിൽ, ഈ ലോകത്തിൻ്റെ പാപഭാരങ്ങളെല്ലാം പേറുന്ന ആ നിമിഷത്തിൽ, ആദം തൊട്ട് നേവരെയുള്ള മനുഷ്യൻ്റെ പാപഭാരങ്ങൾ പേറുന്ന ആ നിമിഷത്തിൽ, അവസാനം വരെയുള്ള മനുഷ്യൻ്റെ പാപഭാരം പേറുന്ന ആ നിമിഷത്തിൽ ഒരു പാപിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ യേശുവിനെ അനുഭവിക്കേണ്ടി വന്നു. അതെന്താണെന്ന് അറിയാമോ? ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുക. ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കും. ഇത്രയും നാൾ യേശു പറഞ്ഞു, എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്. അതായിരുന്നു നട്ടെല്ല്. എന്നാൽ കുരിശിൽ വെച്ച് ആ നട്ടെല്ല് ദൈവം തകർത്തു. ആ നട്ടെല്ല് ദൈവം തകർത്തു. അവൻ നിലവിളിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? അവൻ നിലവിളിച്ചിട്ട് അടുത്ത നിമിഷം, മരിക്കാൻ വരുന്ന നിമിഷത്തിൽ അവൻ്റെ ശിരസ് ചായ്ച്ച് അവൻ്റെ ജീവനെ ഏത് ദൈവം തന്നെ ഉപേക്ഷിച്ചു എന്ന് കരുതിയോ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നെ ഉപേക്ഷിച്ചു എന്ന് അവൻ പൂർണ്ണമായും അനുഭവിച്ച നിമിഷത്തിലും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ഏത് ദൈവത്തെ താൻ വിളിച്ചപേക്ഷിച്ചു, ഏത് ദൈവത്തിൻ്റെ പിന്നാലെ താൻ ഈ കാലഘട്ടം മുഴുവൻ നടന്നുവോ, ആ ദൈവം തന്നെ ഉപേക്ഷിച്ച അവസ്ഥയിലും ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ജീവനെ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിലും വലിയൊരു പ്രത്യാശയുണ്ടോ? ഇതിലും വലിയൊരു പ്രത്യാശയുണ്ടോ? ദൈവം ഉപേക്ഷിച്ചു എന്ന് കരുതുന്ന നിമിഷത്തിലും ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ജീവനെ വെച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി എന്നോട് പറഞ്ഞു, എൻ്റെ ചേച്ചി ദൈവത്തിന് പോലും വേണ്ടാത്തവളാ ഞാൻ, ദൈവത്തിന് പോലും എന്നെ വേണ്ട, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു, പക്ഷെ ഞാൻ ദൈവത്തിനെതിരായി ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ കരയുന്ന ആരെങ്കിലും ഈ സമൂഹത്തിലുണ്ടോ? ദൈവം പോലെ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് വിചാരിച്ച് കരയുന്നവരുണ്ടോ? അങ്ങനെ കരയുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് പറയാ, ഈ കരച്ചിൽ അതിനു മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ കരഞ്ഞ ഒരുത്തനുണ്ട്. ആ ദൈവമാ യേശു ക്രിസ്തു. ആ ദൈവമാ യേശു ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് അവൻ കരഞ്ഞ കരച്ചിൽ നീ ഇന്ന് കരയുന്ന കരച്ചില. നീ അവനിലേക്ക് നോക്ക്. അവൻ തൻ്റെ പ്രാണനെ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അവസാന വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു, ഇത്തരത്തിലുള്ള ഒരു കുരിശുമരണം അവൻ വഹിച്ചിരിക്കയാൽ ദൈവം അവനെ ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി. ഇത് ആകാശത്തിനും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാവരും യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ മുട്ടുമടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതൊരു ദൈവം തന്നെ ഉപേക്ഷിച്ചുവെന്ന് തോന്നിയോ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തന്റെ ജീവനെ വെച്ച് കൊടുത്തിയ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം അത്യധികം ഉയർത്തി. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവം പോലും ഉപേക്ഷിച്ചു എന്നുള്ള വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് നിങ്ങൾ. പ്രത്യാശയോടുകൂടി യേശുവിനെ നോക്കുക. നിനക്ക് പ്രത്യാശിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്, അവനാണ് യേശുക്രിസ്തു. അവൻ്റെ ജീവിതത്തെ ഉയർത്തിയതുപോലെ ദൈവം നിന്റെ ജീവിതത്തെയും ഉയർത്തും. അവൻ നിന്റെ ജീവിതത്തെയും മഹത്വീകരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഇത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ജോബ് ഒരു നീതിമാൻ, സാറാ നീതിമതി, തോബിത്ത് നീതിമാൻ, യേശുക്രിസ്തു നീതിമാൻ. പാപിയായ എനിക്കെന്താ പ്രതീക്ഷയ്ക്ക് വക? പാപിയായ എനിക്കെന്താ പ്രതീക്ഷയ്ക്ക് വക? എനിക്ക് യേശുവിൽ പ്രത്യാശ അർപ്പിക്കാമോ? എനിക്ക് യേശുവിൽ പ്രത്യാശ അർപ്പിക്കാമോ? യേശു എന്നെ രക്ഷിക്കുമോ? ഇതാ ഒരു മഹാപാപി വിളിച്ചു പറയുന്നുണ്ട്, ഒരു മഹാപാപി വിളിച്ചു പറയുന്നുണ്ട്. അവൻ പൗലോസ്ലീഹായ. അവൻ പറയുന്നു, 1 തിമോത്തി 1:15 പറയുന്നു, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. ഈ ലോകത്തിലെ പാപികളെല്ലാം കൂടി എടുത്താൽ അതിൻ്റെ അകത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാ? ഞാനാ. എന്നിട്ട് എനിക്ക് കരുണ ലഭിച്ചു, എനിക്ക് കരുണ ലഭിച്ചു. ഇത് യേശുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക്, നിത്യജീവൻ പ്രാപിക്കാൻ യേശുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വലിയൊരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ കൃപ സമൃദ്ധമാകാൻ വേണ്ടിയിട്ടാണ്, അവിടുത്തെ ക്ഷമ സമൃദ്ധമാകാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപിക്ക് പ്രത്യാശ അർപ്പിക്കാമോ? പാപിക്ക് പ്രത്യാശ അർപ്പിക്കാമോ? ആരിൽ? യേശുക്രിസ്തുവിൽ. ഇങ്ങനെ പ്രത്യാശ അർപ്പിച്ച ഒരു മനുഷ്യനുണ്ട്. കുരിശേ തൂങ്ങിക്കിടക്കുന്ന നിമിഷത്തിൽ യേശുവിൻ്റെ അപ്പുറയും ഇപ്പുറയും 2 കള്ളന്മാരെ കൊണ്ടുവന്നു. അവരെ 2 പേരെയും കള്ളന്മാരെ തൂക്കി കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടതുവശത്ത് നിന്ന് കള്ളൻ പറഞ്ഞു, യേശുക്രിസ്തുവേ, നീ ഇറങ്ങി വാതെ ക്രിസ്തുവാണെങ്കിൽ എന്നെ രക്ഷിക്ക്, ഞങ്ങളെ രക്ഷിക്ക്, നിന്നെയും രക്ഷിക്ക്. എന്നാൽ വലതുവശത്ത് കിടന്ന ആ മഹാപാപി എന്ത് വിളിച്ചു പറഞ്ഞെന്നറിയാവോ? യേശുക്രിസ്തുവേ. അവനോട് പറഞ്ഞു, ആ കള്ളനോട് പറഞ്ഞു, മിണ്ടാതിരിയടാ, നമുക്ക് അർഹമായ ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഇവൻ അങ്ങനെയല്ല, ഇവൻ നീതിമാനാണ്. എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, നീതിമാനായ യേശുവേ, യേശുവേ, നീ പറുദീസയിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. നീ പറുദീസയിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണേ. സ്നേഹപൂർവം അവനെ ഒന്ന് കടാക്ഷിച്ചിട്ട് യേശു പറഞ്ഞു, നീ എന്ന് എൻ്റെ ഒപ്പം പറുദീസയിലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എവിടെയായിരിക്കും? പറുദീസയിൽ. എവിടെയായിരിക്കും? എവിടെയാ? ഈ പിള്ളേര് പറയുന്നു പറഞ്ഞേ, എവിടെയായിരിക്കും? പറുദീസയിലായിരിക്കും. ഒറ്റ നിമിഷം കൊണ്ട് സ്വർഗം തീരെഴുതി മേടിച്ച ഒരു മഹാപാപി, ജീവിതത്തിൽ തോന്നിയതുപോലെ എല്ലാം ജീവിച്ച് ആ ജീവിതത്തിലെ ശിക്ഷയും പേറി നിൽക്കുന്ന സമയത്ത് അവൻ എങ്ങോട്ട് നോക്കി? യേശുവിലേക്ക് നോക്കി. യേശുവിലേക്ക് നോക്കി, എന്നെയും ഓർക്കണേ എന്ന് പറഞ്ഞു. ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നെയും ഓർക്കണേ. സ്വർഗം അവൻ തീരെഴുതി മേടിച്ചു. ഇത്രമേൽ ഭാഗ്യവാനായ ഒരു പുണ്യവാളനില്ല. ഓരോ പുണ്യവാനും കഷ്ടതകളിലൂടെ കടന്നുപോയ ദൈവരാജ്യം സ്വന്തമാക്കിയത്. എന്നാൽ ഇവിടെ ഇതാ ഒരു മഹാപാപി നിമിഷ നേരം കൊണ്ട് സ്വർഗം തീരെഴുതി വാങ്ങി. അവൻ യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് ഗോളടിച്ചവനാണ്. അവൻ യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് എങ്ങോട്ടാണ് ഗോളടിച്ചത്? സ്വർഗത്തിലേക്ക്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഇന്നൊരു പാവിയാണോ? നിനക്കാണ് പ്രത്യാശയ്ക്ക് ഏറ്റവും വലിയ വക. കാരണം അവൻ നിനക്ക് വേണ്ടി മരിച്ചു. വചനങ്ങളിൽ പറയുന്നു, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, നാം പാപികളായിരിക്കെ ഏറ്റവും ഉചിതമായ സമയത്ത്, തക്ക സമയത്ത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഒരു നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക അസാധ്യമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് പകരമായി മരിക്കാൻ ആരെങ്കിലും തുനിക്കുന്നിരിക്കാം. പക്ഷേ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മളോടുള്ള സ്നേഹം അവിടുന്ന് പ്രകടമാക്കി. പ്രിയപ്പെട്ടവരെ, ഒന്ന് പറയാം, ആരാ ഏറ്റവും വലിയ ഭാഗ്യവാൻ? ആരാ ഏറ്റവും വലിയ ഭാഗ്യവാൻ? പ്രത്യാശയോടെ യേശുവിനെ നോക്കുന്ന ഒരു പാപിയാ. പ്രത്യാശയോടെ യേശുവിനെ നോക്കി
യേശുവേ എന്നിൽ കനിയണേ എന്ന് പറയുന്നൊരു പാപിയ. ഈ രാത്രിയിൽ TV സ്ക്രീനിൻ്റെ മുമ്പിൽ നീ ആയിരിക്കുമ്പോൾ, ഈ ഹാളിലായിരിക്കുമ്പോൾ കരങ്ങൾ ഉയർത്തി യേശുവിനെ ഒന്ന് വിളിക്കാവോ? കരങ്ങൾ, നിന്റെ പാപങ്ങൾ എത്ര വലുതാകട്ടെ, നിന്റെ രോഗങ്ങൾ എത്ര വലുതാകട്ടെ, യേശുവിലേക്ക് നോക്കി അവന്റെ മുഖത്തേക്ക് ഒന്ന് വിളിക്കാവോ? യേശുവേ, 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 കടന്നു വരണമേ, കടന്നു വരണമേ, എന്റെ പാപത്തിലേക്ക്, എന്റെ പാപത്തിലേക്ക്, എന്റെ രോഗത്തിലേക്ക്, എന്റെ രോഗത്തിലേക്ക്, എന്റെ അരിഷ്ടതകളിലേക്ക്, എന്റെ അരിഷ്ടതകളിലേക്ക്, എന്റെ തകർച്ചകളിലേക്ക്, എന്റെ തകർച്ചകളിലേക്ക്, യേശുവേ, യേശുവേ, കടന്നു വരണമേ, കടന്നു വരണമേ, എന്നെ രക്ഷിക്കണമേ. എന്നെ രക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ യേശുവിൽ പ്രത്യാശ അർപ്പിച്ചവരായിരിക്കാം. പക്ഷെ ദീർഘകാലമായി നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ വന്നപ്പോൾ ആ പ്രത്യാശ തകർന്നുപോയി. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ, ബത്സയിദാ കുളക്കരയിൽ ഒരു രോഗി 38 വർഷമായിട്ട് അവിടെ കിടക്കുന്നു. ബത്സയിദാ കുളത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അവിടെ അവിടെ മാലാഖ വന്ന് വെള്ളം ഇളക്കുന്ന ആ നിമിഷം ആദ്യം ഇറങ്ങുന്നവൻ സുഖം പ്രാപിക്കും. ഈ മനുഷ്യനും സുഖം പ്രാപിക്കാം എന്ന് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നവനാ. അവന് പ്രത്യാശയില്ലായിരുന്നോ? ദൈവത്തിൽ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അവന് പ്രത്യാശ ദൈവത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ദൈവം തന്നെ സഹായിക്കുമെന്ന് കരുതി ബത്സയിദാ കുളക്കരയിലേക്ക് ആരുടെയൊക്കെയോ കയ്യോ കാലോ പിടിച്ച് അവൻ കടന്നു വന്നത്. എന്നാൽ പ്രാർത്ഥിച്ചിട്ടും കാത്തിരുന്നിട്ടും അവന് പ്രതീക്ഷിച്ചത് സംഭവിച്ചില്ല. അവനെ കുളത്തിലിറക്കാൻ ആരുമില്ലായിരുന്നു. ആദ്യം ദൈവത്തിൽ അർപ്പിച്ച അവൻ്റെ പ്രത്യാശ തകർന്നുപോയി. അവൻ പിന്നീട് വിചാരിച്ചു, ഇല്ല, ഈ രക്ഷ, ഈ സൗഖ്യം അവനും അവൾക്കും ഉണ്ടാകാം. അവനെയും അവളെയും കർത്താവ് സുഖപ്പെടുത്താം. പക്ഷേ എനിക്ക് ആരുമില്ലല്ലോ എന്നെ കുളത്തിലിറക്കാൻ, എന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല, ഞാൻ ഇവിടെ കിടന്ന് തന്നെ മരിക്കും. അവൻ്റെ പ്രത്യാശ നശിച്ചുപോയി. തക്ക സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല. തക്ക സമയത്ത് പ്രതീക്ഷിച്ചതുപോലെ ആരും കടന്നു വന്ന് അവനെ സഹായിച്ചില്ല. അവൻ്റെ പ്രതീക്ഷ നശിച്ചുപോയി. കാലങ്ങളായി ശാലോം TV മുമ്പിൽ നൈറ്റ് വിജിൽ കണ്ടുകൊണ്ട് രോഗസൗഖ്യത്തിനും കുടുംബ സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരിൽ പ്രത്യാശ അറ്റുപോയവരുണ്ട്, തക്ക സമയത്ത് കാര്യം നടക്കാതിരുന്നതുകൊണ്ട്. എന്നാൽ യേശു ആ പ്രത്യാശ നശിച്ച് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നുകയില്ല. അവൻ്റെ പ്രത്യാശയെ ഉണർത്തുക. അവൻ്റെ അടുത്തേക്ക് എന്നുകൊണ്ട് ചോദിക്കുന്നു, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ. അവൻ്റെ പ്രത്യാശ ഉണർത്താൻ, സുഖം പ്രാപിക്കണമെന്ന ആഗ്രഹം പോലും അവൻ ഉപേക്ഷിച്ച് പോയതാണ്. അവൻ്റെ പ്രത്യാശ ഉണർത്തിയിട്ട് ചോദിച്ചു, ആഗ്രഹമുണ്ട്. അവനോട് പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് നടക്കുക. ആ നിമിഷം അവൻ സുഖം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ ദൈവത്തെ കാത്തിരുന്ന് മടുത്ത് പ്രത്യാശ നശിച്ചു പോയവനാണോ നീ? ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് കർത്താവ് ചോദിക്കുക, ഈ രാത്രിയിൽ നിനക്ക് ആഗ്രഹമുണ്ടോ സുഖം പ്രാപിക്കാൻ? നിനക്ക് ആഗ്രഹമുണ്ടോ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ? നമുക്ക് ഈശോയോട് പറയാം, ഉണ്ട് കർത്താവേ. കരങ്ങൾ ഉയർത്തി ഒന്ന് യേശുവിനെ വിളിക്കാം. കർത്താവേ, ഉറക്കെ വിളിക്കാം. കർത്താവേ, കർത്താവേ, എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ രക്ഷിക്കണമേ. ഇത്തരത്തിൽ പ്രത്യാശ നശിച്ചു പോയ 2 ആൾക്കാരായിരുന്നു ലാസറിന്റെ സഹോദരിമാരായ മർത്തായും മറിയവും. യേശു സ്നേഹിച്ചിരുന്ന സഹോദരങ്ങളാണ്. യേശു വളരെയധികം സ്നേഹിച്ചിരുന്നതാണ്. യേശുവിനെ സ്നേഹിച്ചിരുന്നവരാണ്. ലാസർ മരിച്ചു. മരിക്കുന്നതിന് മുമ്പേ ലാസറിനെ രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് അവർ യേശുവിൻ്റെ അടുത്തേക്ക് ആളയച്ചു. പക്ഷെ യേശു വന്നില്ല. യേശു വന്നത് 4 ദിവസം കഴിഞ്ഞ മരിച്ച് അഴുകി തുടങ്ങി അടക്കം ചെയ്ത് അവൻ്റെ അടുത്തേക്കാണ് വന്നത്. അവനെ ഉയർത്താനായിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു, കർത്താവേ വേണ്ടാട്ടോ, കർത്താവേ വേണ്ടാട്ടോ. കല്ലെടുത്ത് മാറ്റാൻ ഈശോ പറഞ്ഞു. അവനെ മൂടിയിരിക്കുന്ന കല്ലറയുടെ കല്ലെടുത്ത് മാറ്റാനായിട്ട് പറഞ്ഞു. ഈ സഹോദരിമാരെന്നാ പറഞ്ഞു, വേണ്ടാട്ടോ കർത്താവേ, വേണ്ടാട്ടോ കർത്താവേ. 4 ദിവസമായി ഇപ്പം ചീഞ്ഞ് ദുർഗന്ധം വമിച്ചിട്ടുണ്ടാകും. നിനക്ക്
അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവർ പറഞ്ഞില്ല. പക്ഷെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ലാസർ ഉയർപ്പിക്കപ്പെടുമെന്ന് യേശു അവരോട് പറഞ്ഞു ഉവ്വാ ഉയർപ്പിക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. എന്നാ? മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ. പക്ഷെ ഇപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു അവര്. ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയ യേശുവിനെ അവർ തടസ്സപ്പെടുത്തി. വേണ്ട കർത്താവേ, വേണ്ട, ചീഞ്ഞു നാറും ഞങ്ങളുടെ സഹോദരൻ്റെ ശരീരം ചീഞ്ഞു നാറിയത് എല്ലാവരും കാണും. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ആയിരിക്കും ചിലപ്പോഴും നമ്മൾ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ ഇരിക്കുന്നത്, ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇനി ഞാൻ അങ്ങോട്ട് കടന്നില്ല, ഇനി ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല, ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന സമയം കഴിഞ്ഞു. എപ്പോഴായിരുന്നെങ്കിൽ മരിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ വന്ന് സുഖപ്പെടുത്താനാവും. പ്രിയപ്പെട്ടവരെ, യേശു ലാസറിനെ ഉയർപ്പിച്ചു. ലാസറേ പുറത്തു വരിക എന്നുള്ള വചനത്താൽ പ്രത്യാശയറ്റുപോയ അവരുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയും ജീവനും അവൻ കൊടുത്തു. ലാസർ ഒരു വലിയ സാക്ഷ്യമായി ഉയർത്തെഴുന്നേറ്റു. Praise the Lord. Hallelujah. 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 പ്രത്യാശയറ്റവർക്ക് പ്രത്യാശ കൊടുക്കുന്നവനാണ് യേശു ക്രിസ്തു. പ്രത്യാശ നശിച്ചു പോയ ജീവിതങ്ങളിലേക്ക് പ്രത്യാശ കുത്തിവെച്ച് അവനെ ഉയർത്തുന്നവനാണ് യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ദൈവ ശുശ്രൂഷകരുടെ ജീവിതത്തിലുണ്ട് ഇങ്ങനെയുള്ള വലിയ പ്രയാസങ്ങൾ. പ്രതീക്ഷയറ്റുപോയവരായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ. പ്രത്യാശ നശിച്ചു പോയവരായിരുന്നു ഒരു ഘട്ടത്തിൽ. എപ്പോഴാണെന്നറിയാവോ? യേശുവിൻ്റെ കുരിശുമരണത്തോടുകൂടി അവരുടെ എല്ലാ പ്രത്യാശയും തീർന്നു. നോക്കണേ, ഇവരെങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്തിരുന്നവരാ. ഇവരെ യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഓരോ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും അയക്കുന്നുണ്ട്. അവർ പോയി യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബന്ധിച്ചും രോഗശാന്തി കൊടുത്തും സുവിശേഷം പ്രഘോഷിച്ചും വലിയ ശുശ്രൂഷ നടത്തിയവർ. അവർ വന്ന് യേശുവിനെ തങ്ങളുടെ സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ യേശുവിനോട് പറയുന്നു, കർത്താവേ, പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങി. പിശാചുക്കൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ നിന്റെ നാമത്തിൽ വിട്ടുപോയി. രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ യേശു അവരെ അഭിനന്ദിച്ചു പറഞ്ഞു, ശരിയാ മക്കളെ, ശരിയാ. ഇതാ സാത്താൻ സ്വർഗത്തിൽ നിന്ന് മാനത്ത് നിന്ന് ഇടിമിന്നൽ പോലെ താഴെ വീഴുന്നത് ഞാൻ കണ്ടു. നിങ്ങളുടെ ശുശ്രൂഷയുടെ സമയത്ത് ഇടിവെട്ട് ശുശ്രൂഷ നടത്തിയവരാ സഹോദരങ്ങളെ. എപ്പോഴാ മിന്നൽ പിണരുണ്ടാകുന്നത്? ഇടിവെട്ടുമ്പോൾ. ഇടിവെട്ട് ശുശ്രൂഷ നടത്തിയവരായിരുന്നു അവർ. അന്നേരം കർത്താവ് പറയുന്നുണ്ട്, ഇതൊന്നും സംഭവിച്ചെന്നോർത്ത് നിങ്ങൾ സന്തോഷിക്കണ്ട, സാത്താൻ കീഴടങ്ങിയെന്നോർത്ത് നിങ്ങൾ സന്തോഷിക്കണ്ട. നിങ്ങളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവവചനം പ്രഘോഷിച്ചവർ മാത്രമല്ല, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ കൂടിയായിരുന്നു. എന്നിട്ടും അവരുടെ പ്രത്യാശ നശിച്ചു. എപ്പോഴ്? യേശു കുരിശിൽ തൂങ്ങി മരിച്ചപ്പോൾ, യേശുവിനെ കൊന്നപ്പോൾ അവരുടെ പ്രത്യാശ നശിച്ചു. യേശു നേരത്തെ അവരോട് പറഞ്ഞതായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ ക്രൂശിക്കപ്പെടും, എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇത് പറഞ്ഞിട്ടും അവരുടെ പ്രത്യാശ നശിച്ചു. അവരെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടവർ ചെന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ടും അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. കെട്ടുകഥ പറയുന്നവരാണ് എന്നാണ് അവരെക്കുറിച്ച് അവർ കരുതിയത്. ഇതാ ഈ പ്രത്യാശ നശിച്ചതുകൊണ്ടല്ലേ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസും നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ തോമസ്ലിഹായും ഒക്കെ യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം അവൻ ഉയർത്തുക എന്ന് കേട്ടിട്ടും വള്ളവും വഞ്ചിയും വലയൊക്കെ എടുത്ത് മീൻ പിടിക്കാൻ പോയി. ഒരിക്കൽ ഇടിവെട്ട് ശുശ്രൂഷ നടത്തിയവനാ. പക്ഷെ ഇപ്പോൾ എങ്ങോട്ട് പോവാ? ആ ശുശ്രൂഷ ഉപേക്ഷിച്ച് പ്രത്യാശയറ്റവരെ പോലെ മീൻ പിടിക്കാൻ പോയി. പ്രത്യാശ നശിച്ചവരായിരുന്നു. പക്ഷേ കർത്താവ് അവരുടെ പുറകെ ചെന്നു. തിബേരിയസ് കടൽ തീരത്ത് വെച്ച് മീൻ പിടിക്കാൻ പോയ അവർക്ക് പ്രാതലൊരുക്കി അവരെ സംരക്ഷിച്ചു. അവർക്ക് അപ്പം വിളമ്പിക്കൊടുത്തു. അവരെ തെളിച്ചു വിളിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വന്നുപോയ വേദന കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, ബുദ്ധിമുട്ട് കൊണ്ട്, തകർച്ചകൾ കൊണ്ട് നിങ്ങളുടെ ശുശ്രൂഷാ ജീവിതം ഒരു പക്ഷേ വഴിമുട്ടി നിന്നിട്ടുണ്ടാകാം. ഇനി ഒരു ശുശ്രൂഷ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ യേശുവിലേക്ക് ഇന്ന് പ്രത്യാശയോട് നോക്ക്. ഒരു കുരിശുമരണത്തിന് അവരുടെ ശുശ്രൂഷാ ജീവിതത്തെ തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ശുശ്രൂഷകെ
ഒരു കോവിഡ് പ്രതിസന്ധിക്ക് നിങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തെ തകർക്കാനായിട്ട് പറ്റുകയില്ല. ജീവിതത്തിൽ വന്നുപോയ ദുരന്തങ്ങൾക്ക് ഇനി ഒരിക്കലും ശുശ്രൂഷയില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ പുറകെ വന്ന് നിറഞ്ഞ് തൻ്റെ വിളിയുടെ വിശ്വസ്തതയാൽ നിങ്ങളെ വീണ്ടും തിരിച്ചു വിളിക്കുന്നവനാ. പ്രത്യാശ ഏറ്റുപോയ ദൈവ ശുശ്രൂഷകരെ, പ്രത്യാശയുടെ ഈ സുവിശേഷം നിങ്ങൾ കേൾക്കണമേ. ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ ഞാനും ഇങ്ങനെ ചിന്തിച്ചവനാ. ജീവിതത്തിൽ വന്ന പ്രതികൂലങ്ങൾ കൊണ്ട്, കഷ്ടതകൾ കൊണ്ട്, പ്രതികൂല അനുഭവങ്ങൾ കൊണ്ട് ഇനി ഒരിക്കലും എനിക്കൊരു ദൈവ ശുശ്രൂഷയില്ല എന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞോളാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ 2 മണ്ടത്തരം ഞാൻ ചെയ്തു. ഒന്ന്, എൻ്റെ ഭർത്താവിന് ജോലി രാജിവെക്കാൻ സമ്മതിച്ചു. 2, ഒന്നാന്തരം ഒരു ജോലി രാജിവെച്ച് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചു. കർത്താവെ, ഞാൻ അതിനെക്കുറിച്ച് അനുതപിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇനി ഒരിക്കലും എനിക്ക് ഒരു ശുശ്രൂഷ ജീവിതമില്ല എന്ന്. ആ രീതിയിൽ പ്രത്യാശ നഷ്ടപ്പെട്ട, ശുശ്രൂഷാ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട എന്നെയാണ് ദൈവം താങ്ങി നിർത്തി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എണിപ്പിച്ച് നിർത്തി പ്രത്യാശയുടെ വചനം പറയിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് വിളിച്ചവൻ്റെ വിശ്വസ്തതയാണ്. വിളിച്ചവൻ്റെ വിശ്വസ്തതയാണ്. എൻ്റെ വിശ്വസ്തതയല്ല, എൻ്റെ പുണ്യമല്ല, എൻ്റെ സമർപ്പണമല്ല. കർത്താവെ, വിളിച്ചവൻ ആരാ? യേശു ക്രിസ്തു. അവൻ്റെ വിശ്വസ്തതയാണ്. അവൻ പുറകെ നടന്ന് പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് കരുതാതെ വീണ്ടും വീണ്ടും കരുതി സ്നേഹിച്ച് തലോടിച്ച് തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലേക്ക് നമ്മെ തിരികെ വിളിക്കുന്നവനാ. ശുശ്രൂഷ നഷ്ടപ്പെട്ട ദൈവ ശുശ്രൂഷകരെ നിങ്ങളിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ TV സ്ക്രീനിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തിലേക്ക് പ്രത്യാശ വയ്ക്കുക. യേശുവിലേക്ക് വിശ്വാസം അർപ്പിച്ച് പ്രത്യാശ വയ്ക്കുക. അവൻ്റെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രത്യാശയോടുകൂടി വിളിക്കുക. യേശുവേ, ഒന്ന് വിളിക്കാവോ? യേശുവേ, 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 കടന്നു വരണമേ, കടന്നു വരണമേ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ശുശ്രൂഷയിലേക്ക്, എൻ്റെ ശുശ്രൂഷയിലേക്ക് കടന്നു വരണമേ, കടന്നു വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രത്യാശ അറ്റുപോയ ജീവിതങ്ങളെ നമ്മൾ കണ്ടു. പ്രത്യാശയോടെ ജീവിച്ച നീതിമാന്മാരുടെ ജീവിതങ്ങളെ നമ്മൾ കണ്ടു. നീ ഒരുപക്ഷെ നീതിമാനായിരിക്കാം, കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവനായിരിക്കാം. നീ ഒരിക്കൽ അല്ലെങ്കിൽ ഇന്ന് ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് നിലവിളിക്കുന്നവനായിരിക്കാം. ഇനിയും ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഇനിയും കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പ്രതീക്ഷിക്കുന്നവനായിരിക്കാം, വിശ്വസിക്കുന്നവനായിരിക്കാം. അങ്ങനെ നഷ്ടപ്പെട്ടു പോയൊരു പ്രത്യാശയുടെ ഉടമയാകാം. എൻ്റെ ശുശ്രൂഷാ ജീവിതം തകർന്നു എന്ന് പറഞ്ഞ് കരയുന്നവനാകാം. ചീഞ്ഞഴിഞ്ഞു പോയ എൻ്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക് കർത്താവേ ഇനി നിനക്ക് കടന്നു വന്ന് രക്ഷിക്കാൻ പറ്റില്ല എന്ന് കരുതി നിസ്സംഗനായി മരവിച്ചവനായി ഇരിക്കുന്നവനാകാം. എന്നാൽ ഈ രാത്രിയിൽ ഇന്ന് കർത്താവ് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇത് പ്രത്യാശയുടെ രാത്രിയാണ് സഹോദരങ്ങളെ, പ്രത്യാശയുടെ രാത്രിയാണ്, പ്രത്യാശ തരുന്ന രാത്രിയാണിത്. യേശുവിലേക്ക് പ്രത്യാശ അർപ്പിക്കുക. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം ആദ്യത്തെ വചനങ്ങളിൽ പ്രകാരം പറയുന്നു, ഇതാ നമുക്ക് ചുറ്റും അനേകം സാക്ഷികളുള്ളതിനാൽ നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. ഇതാ സാക്ഷികളുടെ ഒരു സമൂഹമുണ്ട്. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് വലിയ ജീവിത വിഷയത്തിലേക്ക് കടന്നു വന്ന ഒത്തിരി പേരുണ്ട്. ആ സാക്ഷികളുടെ ഒരു സമൂഹമുള്ളതിനാൽ എന്തു ചെയ്യാം? നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നതിനുമായ യേശു ക്രിസ്തുവിനെ മുമ്പിൽ കണ്ടുകൊള്ളണം. വേറെ ആരെയും മുന്നിൽ കാണരുത്, വേറെ ആരെയും മുന്നിൽ കാണരുത്. ജോബ് പറഞ്ഞില്ലേ, മറ്റാരെയുമല്ല, എൻ്റെ ദൈവത്തെ മാത്രം ഞാൻ എൻ്റെ പക്ഷത്ത് കാണും, ദൈവത്തെ മാത്രം ഞാൻ എൻ്റെ പക്ഷത്ത് കാണും. എൻ്റെ ഭാര്യയെ പോലുമല്ല, എൻ്റെ ഭാര്യയെ പോലുമല്ല, പക്ഷേ ദൈവത്തെ മാത്രം. ആ ദൈവത്തിലേക്കൊന്ന് പ്രത്യാശ അർപ്പിക്കാവോ? ആ ദൈവത്തിൽ ഇന്ന് പ്രത്യാശ അർപ്പിക്കാവോ? പ്രത്യാശ തകർന്നു പോയ നിന്റെ ജീവിതത്തിലേക്ക്
വലിയ സൗഖ്യമായിട്ട് അവൻ കടന്നു വരും. ഹല്ലേലൂയ. 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 പ്രത്യാശയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് പ്രത്യാശ നൽകുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കാം. പരിശുദ്ധാത്മാവേ, പ്രത്യാശയുടെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പ്രത്യാശ തന്നാത്മാവേ, പരിശുദ്ധാത്മാവേ, പ്രത്യാശ തന്നാത്മാവേ, വിളിക്കാം. പരിശുദ്ധാത്മാവേ, പ്രത്യാശ തന്നാത്മാവേ, വരിക വരിക ഞങ്ങളിൽ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, കരങ്ങൾ നീട്ടി യേശുവിലേക്ക് കരങ്ങൾ നീട്ടിക്കൊണ്ട് വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, വീണ്ടും വിളിക്കാം. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പ്രത്യാശയറ്റുപോയ ജീവിതങ്ങളിലേക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശയറ്റുപോയ ജീവിതങ്ങളിലേക്ക് പ്രത്യാശയറ്റുപോയ ജീവിതങ്ങളിലേക്ക് പ്രത്യാശ പകരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. ശാലോം ടിവിയിൽ വന്ന് നിറയണമേ. ശാലോം ടിവിയിൽ വന്ന് നിറയണമേ. ശാലോം നൈറ്റ് വിജിലിൽ വന്ന് നിറയണമേ. ശാലോം നൈറ്റ് വിജിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.